അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം വീർപ്പുമുട്ടുകയാണ് പാലക്കാട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ. പഠനത്തിനാവശ്യമായ ജില്ലാ ആശുപത്രിയെയാണ് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ കോളേജിന്റെ അംഗീകാരം തന്നെ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. പാലക്കാട് മെഡിക്കൽ കോളേജിൽ SC/ST വിദ്യാർത്ഥികൾക്ക് 70% സംവരണമുണ്ട്. SC/ST ഡെവലപ്മെന്റ് സൊസൈറ്റി നടത്തുന്ന ഈ കോളേജിൽ 500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തെ തുടർന്ന് വിദ്യാർത്ഥികളുടെ പഠനം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തുടങ്ങിയിട്ട് 10 വർഷമായിട്ടും ഒരു രീതിയിലുള്ള നമുക്ക് ചികിത്സ ഇവിടെ നമ്മുടെ പഠനത്തിനായ ഒരു സൗകര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഇവിടുത്തെ സ്റ്റുഡൻസ് ഇപ്പോൾ സെക്കൻഡ് ഇയേഴ്സ് ആയിക്കോട്ടെ, തേർഡ് ഇയേഴ്സ് ഫൈനൽ ഇയേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ DHലാണ് പോയി അവിടെ നിന്നാണ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നത്. ബാച്ചിലെ എല്ലാവർക്കും ജനറൽ ആശുപത്രിയിൽ പഠനം നടത്താനുള്ള സൗകര്യമില്ലെന്നും ഇതുമൂലം പ്രാക്ടിക്കൽ പഠനം കൃത്യമായി ലഭിക്കുന്നില്ലെന്നും വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു. ആഴ്ചകളിൽ ചില ദിവസം മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഉച്ചവരെ OP ലഭിക്കാറുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് DHനെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. മാത്രമല്ല DHലൊരു ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അങ്ങനെ കിട്ടാറില്ല. ഒരു ലെക്ചർ ഹാളോ അങ്ങനെയൊന്നും കിട്ടാറില്ല. കഴിഞ്ഞ മാസം 19-ന് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ കോളേജിൽ സമരം നടത്തിയിരുന്നു. പിന്നാലെ മന്ത്രി K. രാധാകൃഷ്ണൻ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകി. ജൂൺ 10-നുള്ളിൽ എല്ലാം പരിഹരിക്കുമെന്ന വാഗ്ദാനവും പാലിക്കാതെ വന്നതോടെ വീണ്ടും സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ് കോളേജ് യൂണിയൻ. ഇപ്പം നീറ്റ് കഴിഞ്ഞ അടുത്ത ബാച്ച് വരാറായി. ഇപ്പോഴും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ഫെസിലിറ്റീസ് നമ്മുടെ കോളേജിൽ കുറവാണ്. സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കൽ ലാബ്സ് ആയിക്കോട്ടെ, അതുപോലെ ഫോറൻസിക് മെഡിസിന് നമുക്ക് ഓട്ടോപ്സി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ക്ലിനിക്കൽ ഫെസിലിറ്റീസ്, ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല. നമുക്ക് വേറെ റേഡിയോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഫാക്കൽറ്റീസ് ഒരാൾ പോലും ഇല്ല. അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് അടച്ചിട്ടേക്കാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.